നമസ്കാരം. ഇന്ന് മലയങ്കിടി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവരുടെ UDFന്റെ സലീജ 8 വോട്ട് നേടി വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് നടന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDFന്റെ 7 വോട്ട് നേടി BJPക്ക് 7 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നറുക്കെടുപ്പ് വന്നു. ആ നറുക്കെടുപ്പിലൂടെ BJP സ്ഥാനാർത്ഥിയായിരുന്ന സരയു ഗോപാൽ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം നടന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDFന് OG ബിന്ദു ആയിരുന്നു സ്ഥാനാർത്ഥി. BJPയുടെ ചന്ദ്രലേഖ UP എന്ന ഞാനായിരുന്നു സ്ഥാനാർത്ഥി. ഇതിൽ സ്വാഭാവികമായി LDFന് 7 സീറ്റുള്ള പഞ്ചായത്താണ്, BJPക്ക് 7 സീറ്റുണ്ട്. നറുക്കെടുപ്പിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ UDFൽ മണപ്പുറം വാർഡിൽ നിന്ന് വിജയിച്ചു വന്ന ഷാജി എന്ന മെമ്പർ LDFന്റെ OG ബിന്ദുവിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മളിന്ന് മലയങ്കിടി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇനി ഇത് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചനയായിട്ടാണ് നമ്മളിത് കാണുന്നത്. കാരണം അവരുടെ ഒരു ഇന്ത്യ മുന്നണി സഖ്യമാണ് ഇന്നിവിടെ പ്രവർത്തിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFനും UDFനും പ്രത്യേകം സ്ഥാനാർത്ഥിയെ നിർത്താതെ അവർ ഒരുമിച്ച് മത്സരിക്കുന്നതാണ് നല്ലതെന്നാണ് BJPക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് രാവിലെ 10:30 ആരംഭിക്കുകയുണ്ട്. എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ആദ്യമായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വനിത പോലും മത്സരിക്കാനില്ലാത്തതിനാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും അടുത്തതായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDFന് 8 വോട്ടും BJPക്ക് 7 വോട്ടും LDFന് 7 വോട്ടും എന്ന നിലയിൽ വന്നപ്പോൾ സ്വാഭാവികമായും UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയുണ്ടായി. എന്നാൽ അത് കഴിഞ്ഞ് നടന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ശ്രീ സരയു ഗോപാൽ മത്സരിക്കുകയും വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFും UDFും തുല്യ നിലയിൽ വന്നതല്ല നറുക്കെടുപ്പിലൂടെ സരയു ഗോപാൽ വിജയിക്കുകയുണ്ടായി. ഇതിൽ വിരളി പൂണ്ട UDFുകാർ അടുത്ത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP ഭയം മൂലം BJPയെ മാറ്റി നിർത്താൻ വേണ്ടി മുന്നണി മര്യാദകൾക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് ഇന്ന് UDF LDFന് വോട്ട് ചെയ്ത് LDFന്റെ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ ധനകാര്യ വനിതാ സംവരണത്തിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നോക്കിയിട്ട് നടന്നില്ല. കാരണം ഞങ്ങളോ LDFോ മത്സരിക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ അത് 8-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. മലയങ്കിടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഈ പഞ്ചായത്തിലെ ഭരണസമിതി എന്ന് പറയുന്നത് UDF 8, BJP 7, LDF 7 എന്നിങ്ങനെയാണ്. ഒരു സ്ഥിര ഭരണസമിതി അല്ലാത്ത ഈ ഭരണസമിതിയെ ഇപ്പോൾ UDFന് ഒരംഗത്തിൻ്റെ ബലം കൊണ്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മുന്നണി മര്യാദ പാലിക്കാതെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ UDFുകാർ LDFന് വോട്ട് ചെയ്തു. അത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പഞ്ചായത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.